എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കിച്ചുവിന്റെ ഒരു ലൈവ് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കിച്ചുവിന്റെ ലൈവിൽ വന്നിട്ട് കിച്ചു പറഞ്ഞു വീണ പറയുന്നത് ഫുള്ള് കള്ളമാണ്, വീണയും സുധിയേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. സുധി എന്ന് പറഞ്ഞാൽ കിച്ചുവിന്റെ അച്ഛൻ എപ്പോഴും വഴക്കായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ചില പണ ഇടപാടുകളൊക്കെ പറഞ്ഞു തീർത്ത് സെറ്റിൽമെന്റ് ആയിട്ട് ഇറങ്ങിപ്പോയതാണ്. വീണ പറയുന്നതൊക്കെ കള്ളമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെ വീണയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഈ പുറത്തു വന്നത് കണക്റ്റിംഗ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ വീണ പറയുന്നുണ്ട്. ഇതൊരു ത്രികോണ മധ്യേ ഉള്ള ഫൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ത്രികോണത്തിന് ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് വട്ടപൂജ്യം എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഈ കിച്ചു പറഞ്ഞതിന് എതിരെയുള്ള കുറെ പോയിന്റ്സുമായിട്ട് വീണ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു എന്റർടൈൻമെന്റ് ഫണ്ണായിട്ട് കണ്ടാൽ മതി. അവര് കുറെ അപരാധം പറയുന്നു, ഇവര് കുറെ അപരാധം പറയുന്നു, അവര് കുറെ അപരാധം പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ കുറെ അപരാധം പറയുന്നു, നിങ്ങൾ കുറെ പേര് ഈ അപരാധം കേൾക്കുന്നു. ആ ഒരു സ്റ്റൈലിൽ തന്നെ കണ്ടാൽ മതി. നമുക്ക് അപ്പോ പറയുന്ന അപരാധം കേൾക്കാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് 24 മണിക്കൂറും വഴക്കാറുന്നു, രാത്രി 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഈ കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, ശ്രമമാണ്. കിച്ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അത് കറക്റ്റാണ്. ഇവര് തമ്മിൽ ഫുൾ ടൈം വഴക്കായിരുന്നു, വഴക്കിട്ട് പോയിട്ടുണ്ട്. അതായത് കൊല്ലം സുധിയും വീണയും തമ്മിലുള്ള ഒരു ജീവിതം ഒരു സാറ്റിസ്ഫാക്ടറി ജീവിതം അല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കോമൺ ആട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് നല്ല സന്തോഷപരമായ കുടുംബജീവിതം നയിക്കുന്നുണ്ട്? അല്ല, നിങ്ങൾ നയിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ അല്ലാത്തവരും ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി എന്നോട് പറയണം അമൃതയിൽ ഒരു ഷൂട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമൃതയിൽ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കണോ വേണ്ടേ? അത് വഴക്കുണ്ടാക്കണം. അതായത് മുൻഭാര്യയുടെ വീട്ടിലേക്ക് പോകുകയാണ് എന്ന് സത്യം പറഞ്ഞിട്ട് മുൻഭാര്യയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അമൃതയിൽ ഷൂട്ടിന് പോവുകയാണെന്ന് കള്ളം പറഞ്ഞിട്ട് മുൻഭാര്യയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഡിങ്കോൾഫി സെറ്റപ്പ് ഉണ്ടെന്ന് മാത്രമേ നിലവിലുള്ള ഭാര്യയ്ക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമാണെന്ന് എനിക്കറിയത്തില്ല. വീണ് പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ആര് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എന്റെ സൈഡിൽ ഒരു തെറ്റുണ്ട്. ഞാൻ അത് പറയുമ്പോൾ എന്റെ സൈഡിലെ ന്യായീകരണങ്ങളായിരിക്കും പറയുന്നത്, എനിക്കത് ശരിയായിരിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നും. ഇതിൽ ആരെ ശരി ആരെ തെറ്റെന്ന് നമുക്കറിയാൻ പാടില്ല. കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യും. നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ കുളിച്ചൊരുങ്ങി കുറിയൊക്കെ തൊട്ട് അമൃതയിൽ പോവാന്ന് പറഞ്ഞിട്ട് അമൃതംപൊടി അല്ലല്ലോ, ആദ്യത്തെ ഭാര്യയുടെ വീട്ടിലേക്കാണ് പോയത് സുധിച്ചേട്ടൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ താറുമാറ് തവിട് പൊടി പപ്പടപ്പൊടി ആയിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുധിച്ചേട്ടൻ എന്തോരം പ്രേമം ഉണ്ടായിരുന്നു നിനക്കറിയോ? പറയുന്നുണ്ട്, എല്ലാം കേൾക്കാം. വഴക്കുണ്ടാക്കണ്ട പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും. അല്ലാതെ ഈ കിച്ചു പറയുന്നത് വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ജീവിതകാലം മുഴുവൻ നിന്നിട്ടില്ല. തുണി അല്ല, രേണുവിന്റെ പേരിലല്ല അവിടെ വഴക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അല്ല, രേണുവിന്റെ പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാകുന്നത്. രേണുവിന്റെ പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാകുന്നത്. അപ്പൊ അതല്ല പ്രധാന പ്രശ്നം. പിന്നെ എന്തിനാണ് രേണുവിനെതിരെ ഒപ്പോസ് ചെയ്ത് ഇത്രയും വീഡിയോ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വീണ മേഡോട്ട് ഞാൻ പിന്നെ സംസാരിച്ചില്ല കേട്ടോ. അവര് ഇൻസ്റ്റയിൽ മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അപ്പൊ പിന്നെ ഇപ്പൊ ഈ രേണുവിന്റെ കേസ് ഇത്രയും കൊടുമ്പിരി കൊണ്ട് നിന്നത് എന്തിനാണ്? എന്തൊക്കെയോ എന്തോ രേണുവിന്റെ പേര് മനസ്സിലായല്ലോ. രേണുവിന്റെ പേരിലൊക്കെ ലാസ്റ്റ് സമയത്തൊക്കെ അതൊന്നും വലിയ വഴക്കുകളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് രേണുവുമായിട്ടുള്ള ഒരു ബന്ധം നടക്കുമ്പോഴും ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഈ സുധിക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇതാണ് പോയിന്റ്. അതായത് കൊല്ലം സുധിക്ക് ആദ്യത്തെ ഭാര്യ, 2ാം ഭാര്യ, 3ാം ഭാര്യ അല്ലാതെ ഇതിനിടയ്ക്ക് നിരവധി പെൺകുട്ടികളുമായിട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബന്ധം, പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും നാളും നമ്മൾ കൊല്ലം സുധിയെ വളരെ മാന്യനായ ഒരു വ്യക്തിത്വമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പോ ഇവരൊക്കെ പറയുന്നത് വെച്ചിട്ട് ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേം രോഗിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയില്ല കേട്ടോ സത്യം. മരണപ്പെട്ട ഒരാളെ കുറിച്ച് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ ആ ഒരു തരത്തിലാണ് ഇപ്പൊ വീണ സംസാരിക്കുന്നത്. ബാക്കി കേൾക്കാം. ഒരുപാട് പെൺപിള്ളേരെ പേര് ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പെൺപിള്ളേരെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്ക്. എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊന്നും സുധിയുടെ വീട്ടുകാർക്കോ കിച്ചുവിനൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കും ഒക്കെ അറിയത്തുള്ളൂ ഈ കാര്യം. അപ്പൊ തിരുവനന്തപുരത്തെങ്ങാണ്ടും ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. സുധിയുടെ കേരളത്തിൽ തന്നെ. ഈ ഡാൻസ് ട്രൂപ്പ് എന്തിനാണ് വീട്ടുകാർക്കും മറ്റേ സുധിച്ചേട്ടനും മാത്രം അറിയുന്ന പോലെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നത്? ഒരു ഡാൻസ് ട്രൂപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പരിപാടി നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാവുന്ന ലക്ഷ്യത്തോടെ ഒരു സാധനം നടത്തുമ്പോഴത്തേനും അത് കൂടുതൽ ആളുകളിലേക്ക് പബ്ലിസിറ്റി നൽകുക, അവർ വന്ന് പഠിക്കുക എന്നൊക്കെയുള്ളതല്ലേ ചെയ്യേണ്ടത്.
എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇത് കൊല്ലസുതിക്കും എനിക്കും എൻ്റെ അമ്മയ്ക്കും അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നുള്ള കാര്യം. കൊല്ലസുതി നിലവിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇവരും ഇവരുടെ അമ്മയും ഒരു പക്ഷേ ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ന്യായീകരണം പറയും. അല്ലാതെ വേറെ ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള ഡാൻസ് ട്രൂപ്പിനെ പറ്റി. രഹസ്യമായിട്ട് നടത്തുന്ന ഡാൻസ് ട്രൂപ്പോ എനിക്കറിയത്തില്ല. വിളിച്ചോണ്ട് വന്നത് സുധി എവിടെ പോയാലും അധികം വയസ്സൊന്നുമില്ല കൊച്ചിന്. സുധി എവിടെ പോയാലും സുധിയുടെ വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട്, ഈ പെൺകൊച്ചുണ്ട്. എന്റെ സുധിച്ചേട്ടാ എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? ഡാൻസ് ട്രൂപ്പിൽ നിന്നൊരു പെങ്കൊച്ചിനെ സുധിച്ചേട്ടന്റെ കെയർ ഓഫ് വന്ന് ആ പെങ്കൊച്ചിനെ വെച്ച് കറങ്ങുകയാണ്. അത് ആരുടെ ഡാൻസ് ട്രൂപ്പ്? സ്വന്തം ഭാര്യയുടെ ഡാൻസ് ട്രൂപ്പ്. നമ്പറ മാതിരിയാ ഇருக்கு. ചിലപ്പോൾ ഉള്ളായിരിക്കില്ലേ. ഇമാതിരി ലോകോത്തര ഫ്രോഡുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് കുറെ എണ്ണത്തിനെ അറിയാം. അതായത് നല്ല ഒരു ഭാര്യ അഥവാ ഭർത്താവ് ഉണ്ട് ഇരിക്കെ സെറ്റപ്പ്, ആ സെറ്റപ്പ് പരിപാടി ഒരുപാട് ആളുകൾ തുടരുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന കുറെ പേര് അമ്മാതിരി സെറ്റപ്പ് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയിട്ട് കണ്ടിട്ട് കൊച്ചുക്കല്ല, ആ സെറ്റപ്പ് എടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ജെൻസി തലമുറ. അങ്ങനെ ഈ കൊച്ചിനെ ജെൻസി തലമുറ പറഞ്ഞല്ലേ കേട്ടോ, കുറച്ച് ജെൻസി തലമുറകൾ, എല്ലാവരും ഒന്നും മോശമല്ല കേട്ടോ. നീ എന്നെ പൊങ്കലിടാൻ വരല്ലേ. ഞാനാണ് പറഞ്ഞു വിട്ടത്, അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത്. കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേർ പറഞ്ഞു ചേച്ചി ഇത് ശരിയല്ല, ഇങ്ങനെയാണ്. അത് സൂചാനുമായിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും, സൂചാന്റെ കെയർ ഓഫിലായിരിക്കും വന്നിരിക്കുന്നത്. ബാക്കി ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു, കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു. അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത്. ഈ കൊല്ലസുതി എന്ന് പറയുന്നത് ഒരു ലോകോത്തര നിലവാരമുള്ള ആയിട്ടാണ് ഇപ്പൊ ഇവർ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ ജീവിച്ച് തീർത്ത ഒരു ജീവിതത്തിന് ഒരു വിലയുമില്ല, ഒരു വാല്യൂ ഇല്ല എന്ന രീതിയിലേക്ക് ഈ രേണുസുതി, വീണ, കിച്ചു ഇവരുടെയൊക്കെ ഫെയിം അതിനെ കൊണ്ടെത്തിച്ചു. അയാള് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേർക്ക് ഒരു നമ്മുടെ കുടുംബത്തിലൊരാൾ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവനെ ഒന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊരു നിലവാരത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കൊണ്ട് എത്തിച്ചു. നമുക്കറിയില്ല യാഥാർത്ഥ്യം എന്താന്ന്. കൊല്ലസുനി വന്ന് പറയാനും പോകുന്നില്ല. ഞാൻ എപ്പോഴും പുള്ളി വെറും ഫ്രോഡാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നമുക്കറിയാൻ പാടില്ല. ബാക്കി കേൾക്കാം. നൽകി പാലത്തിന്റെ മോളിൽ നിന്ന് ചാടാൻ വരെ പെമ്പിള്ളേർ ഒരുങ്ങി തയ്യാറെടുത്ത് നിന്നിട്ടുണ്ട്. ഈ പെമ്പിള്ളേരൊക്കെ എവിടെ ഇരിക്കണതാ? അതായത് കൊല്ലസുതി ഒരു പെണ്ണ് കൊല്ലസുതിക്ക് വേണ്ടി പാലത്തിൽ നിന്ന് ചാടി ചാകാൻ നിന്നു, കൊല്ലസുതി കെട്ടണമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഡിമാൻഡൊക്കെ കൊല്ലസുതിക്ക്. ഇവിടെ സുന്ദരൻ, സുമുഖൻ, കൊല്ലം സ്വദേശി, സൽസ്വഭാവി, 20,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന് ഉടമ, ഇൻസ്റ്റാഗ്രാമില് എത്താണെന്തോ നമ്മളെന്നും താർക്കും വേണ്ടാത്ത പ്ലേ ആകങ്ങോട്ട്. അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങൾ ഈ ഷൂട്ടിന് വരുന്ന സമയത്ത് ഒരാള് ഞങ്ങളവിടെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു. ഞാനുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് എന്റെ വീണയുടെ ഇത് ഈ പുള്ളിയും ഇതേ കഥ അറിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടികൾ മരിക്കാൻ ശ്രമിച്ചു. 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ കൊല്ലസുതി എന്ന് പറയുന്നത് ഒരു ഫെയിമിന്റെ പേരിൽ പല ആൾക്കാർക്കും വളരെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൊല്ലസുതി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആൾക്കാരെ പെൺകുട്ടികളെ വരച്ച വരുതി കൊണ്ടുവരുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള, നമ്മൾ മുമ്പേ പറഞ്ഞ് കൊക്കരക്കോ, ഇതിലേതോ ഒന്നെന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം സംസാരിച്ചു വെക്കുന്നത്. എന്താണ് നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരാതിരിക്കുക. ആ മനുഷ്യന്റെ മരണത്തെ എങ്കിലും നമുക്ക് മാനിക്കാം. ഇപ്പോ കിച്ചു എന്തൊക്കെ പറഞ്ഞു അതിനെല്ലാം വിഭിന്നമായ സാധനങ്ങളാണ് വീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വഴക്കിട്ട് വീട്ടിൽ പോയിരുന്നു, പക്ഷെ അത് ഈ പ്രശ്നത്തിലല്ല, വേറെ പ്രശ്നത്തിൽ. പിന്നെ രേണു അപ്പോഴല്ല വന്നേ, രേണു ലാസ്റ്റ് ആയപ്പോൾ ജസ്റ്റ് രേണു അതിന് പാസ് ചെയ്തുള്ളൂ. അതിന് മുമ്പ് വേറെ കുറെ പെൺകുട്ടികൾ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ട്രയാങ്കിൾ കോൾഡ് വാർ ആണ് ഇവർക്കിടെ നടക്കുന്നത്. കോൾഡ് വാർ അറിയില്ലേ, ശീതയുദ്ധം. ബാക്കിയാണ് എന്തെങ്കിലും ഒരു കാരണം പൊക്കി പിടിച്ചോണ്ട് വരും. ഒന്നുകിൽ ഞാൻ ചോദിക്കട്ടെ, കാമുകിമാരില്ലാത്ത ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത്? ഈ ഫോൺ വരുമ്പോൾ പെണ്ണുമ്പിള്ള അടുത്ത് സംസാരിക്കാതെ എന്തിനാണ് തെങ്ങുംതോപ്പും വാഴത്തോപ്പും കിടന്ന് കറങ്ങി ഫോണിൽ സംസാരിക്കുന്നത്? അത് കറക്റ്റായിട്ടൊരു പോയിന്റ് ആട്ടോ. അത് ഏതാ പെണ്ണുമ്പിള്ള അടുത്തൊന്നും സംസാരിക്കത്തില്ല ഞാൻ പറയുന്നത്. ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ട്രാൻസ്പെറൻസി വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റിയില്ല, ഞാൻ എൻ്റെതായ കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ തന്നെ അർത്ഥം എവിടോ ഒരു തകരാറുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സൈഡ് യാതൊരു തെറ്റുമില്ല, നിങ്ങളുടെ സൈഡ് നിങ്ങൾക്ക് ഒന്നിനും പേടിക്കാനില്ല. നിങ്ങളൊരു തെറ്റുമില്ലെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്ത് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഭാര്യ ഫോണെടുത്ത് നോക്കുന്നതിനോ, തിരിച്ചും ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കണം, ഭർത്താവ് ഫോണെടുത്ത് നോക്കുന്നതിന് എന്താ പ്രശ്നം? ഒളിച്ചും പാത്തും ചെയ്യുന്ന സാധനങ്ങൾ എന്നായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്തരത്തിൽ വീണ ഈ കൊല്ലസുതിയുടെ കാര്യം പിടിച്ചിട്ടുണ്ടെന്നാണ് വീണ അവകാശപ്പെടുന്നത്.
അവരുടെ വീട്ടിൽ എത്ര തെങ്ങുണ്ടെന്ന് വരെ കൊല്ലം സുധിക്ക് അറിയാം. അത്രയും തെങ്ങിന്റെ ചുവട്ടിൽ കിടന്ന് ചുറ്റിക്കറങ്ങി പെൺകുട്ടികളുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെന്നാണ് വീണയുടെ അവകാശവാദം. അത് ഉറപ്പിക്കും. അവിടെ എന്റെ വീട്ടിൽ എത്ര തെങ്ങുണ്ടെന്ന് സുധി ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അറിയാമായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്തോ പറയേണ്ടത്? സത്യമായിട്ടും ചേട്ടാ ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര മോശമായിട്ടൊരു സാഹചര്യമാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വീണ ഡ്രാഗ് ചെയ്തായാലും കിച്ചു ഡ്രാഗ് ചെയ്തതായാലും മറ്റ് ബിഷപ്പ് വന്നതായാലും ഈ താജ് പത്തനംതിട്ട വന്നതായാലും ഇതിന്റെ എല്ലാം കോർ എലമെന്റ് എന്ന് പറയുന്നത് രേണുവാണ്. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി, സുധിച്ചേട്ടൻ്റെ ഫോട്ടോ അവിടെ വെച്ചു, സുധിച്ചേട്ടൻ്റെ DP ഇവിടെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിനെ പലതരത്തിൽ ട്രിഗർ ചെയ്ത് പല നിപ്പിൽ കള്ളം മാറ്റി പറയും. അതായത് ഒരു ഓന്ത് അതിലേ പോയി കഴിഞ്ഞാൽ ഓന്ത് എത്ര വേഗം കളർ മാറുമോ അതിലും സ്പീഡിൽ വാക്ക് മാറ്റി പറയാൻ കഴിവുള്ള ഒരാളാണ് ഈ രേണുവിന്റെ അച്ഛൻ താങ്കച്ചന്. ബാക്കിയേക്കാം. ഇതിപ്പം കിച്ചുവിന് അറിയാവുന്ന കേസ് കേട്ടാണല്ലോ. കാരണം കിച്ചുവിന് അറിയാവുന്ന കേസ് കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ കിച്ചുവിന്റെ ഫോണിൽ വിളിക്കുകയും കിച്ചുവിന്റെ കൂട്ടുകാരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, കിച്ചുവിന്റെ ഫോണിൽ വിളിക്കുകയും ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അടുത്ത്. കിച്ചുവിന്റെ ഫോണിൽ ഈ രേണു വിളിക്കുമായിരുന്നു. അതായത് ഞാനുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കിച്ചുവിന്റെ ഫോണിലാണോ സുധിയുടെ ഫോണിലാണോ എനിക്ക് അറിയത്തില്ല. ഇവർ രണ്ടുപേരെയും ഫോണിൽ വിളിക്കുമായിരുന്നു. അപ്പൊ സുധി കൊണ്ടൊന്ന് ഫോൺ കൊടുക്കുമായിരുന്നു, അമ്മ വിളിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ വിചാരിക്കുന്ന ചേച്ചി വിളിക്കുവാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കിച്ചുവിന് ഓൾറെഡി അറിയായിരുന്നു ഈ വീണ ഉള്ള സമയത്ത് തന്നെ രേണു വിളിക്കുന്നു എന്നുള്ള കാര്യം. ആ സമയത്ത് തന്നെ കിച്ചുവിന്റെ ഫോണിൽ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കോൾ വരുമ്പോഴത്തേന് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. വീണ കൂടെ ഉള്ളപ്പോൾ തന്നെ ഈ മറ്റൊരാളെ ഈ കുഞ്ഞ് അമ്മയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ തെറ്റാണത്? അത് ആരുടെ തെറ്റാണ്? എനിക്കത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മകനായിട്ട് നോക്കേണ്ട ഒരാൾ, നിങ്ങൾ മകനായിട്ട് നോക്കുന്ന ഒരാൾ മറ്റൊരാളെ അമ്മയായിട്ട് അക്സെപ്റ്റ് ചെയ്തത് നിങ്ങളുടെ തെറ്റാണ്. അങ്ങനൊരു അക്സെപ്റ്റൻസ് കൊടുത്ത വിവരം നിങ്ങൾ അറിയാത്തത്, ആ വീട്ടിൽ നിന്ന് അറിയാത്തത് നിങ്ങളുടെ തെറ്റാണ്. ഈ കൊച്ചിന് ആ നേരം ഇത്രയും ബോധമൊന്നും ഉണ്ടാവത്തില്ല. ഇത് പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് മറ്റൊരു പെണ്ണിനെ സ്വന്തം മോനെ കൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യിച്ചത് കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ തെറ്റാണ്. ഇതിനകത്ത് ഏതാണ് സത്യം ഏതാണ് കള്ളം ഒന്നും തമ്പുരാന് പോലും അറിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വിഷയങ്ങളൊക്കെ കേട്ടതിൽ ഈ 3 പേരിൽ ആരാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റിലായി അടുത്ത് ഉറുമ്പ് അടിക്കുന്ന പണ്ടാരം. മറ്റൊരു വീട്ടാണ്. ബൈ.